ഇസ്രായേൽ പാലസ്തീൻ ആക്രമണം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒരു വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അതായത് ഗാസയുടെ 80% ഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായി. ഇനി അവശേഷിക്കുന്ന ഹമാസിനെ കൂടെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക, ഇതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. കാരണം നിലവിൽ വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞിട്ട് ഹമാസ് രംഗത്ത് വരുന്നു. 70 ദിവസത്തെ വെടിനിർത്തലാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ 58 ബന്ദികളിൽ 10 പേരെ വിട്ടു നൽകും, അതും 2 ഘട്ടങ്ങളായിട്ട്. നെതന്യാഹു പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങളില്ല. ഇനി ഒന്നുകിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക, അല്ലെങ്കിൽ അവരെ നിരായുധീകരിക്കുക. ഇതിൽ ഏത് ലക്ഷ്യമാണോ ആദ്യം പൂർത്തിയാക്കുക, അതല്ലെങ്കിൽ 58 ബന്ദികളെയും ഒരുമിച്ച് വിട്ടുതരിക. ഇതല്ലാതെ ഒരു നീക്കത്തിനും ഞങ്ങളില്ല. അപ്പോൾ ഹമാസ് ഏതാണ്ട് തകർന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ ഗസയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഹമാസിൻ്റെ നീക്കത്തെയും ഇസ്രായേൽ തകർത്തു. അതായത് അവിടേക്കുള്ള UN നൽകുന്നതടക്കം ഫുഡ്, അതുപോലെ മരുന്ന്, വെള്ളം ഇവയൊക്കെ എത്തിച്ച് നൽകുന്നത്, അതിൻ്റെ ഇടനിലക്കാരായി നിൽക്കുന്നത് ഹമാസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമൊക്കെയാണ്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു, ഇനി അത് വേണ്ട, ഞങ്ങൾ അമേരിക്കയുമായി ചേർന്നിട്ട് ഒരു പുതിയ സംഘടന രൂപീകരിച്ചു, സന്നദ്ധ സംഘടന GHF എന്ന ദ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. ഇനി ദി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ആയിരിക്കും ഗസയിലെ മുഴുവൻ ആളുകൾക്കും ആഹാരവും വെള്ളവും എല്ലാം എത്തിച്ചു നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളുടെ എല്ലാം തന്നെ സുരക്ഷാ പരിശോധന ആദ്യം നടത്തും. അതിനുശേഷം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അവരെത്ര പേരുണ്ടെന്ന് മനസ്സിലാക്കും. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, മറ്റ് സാധനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ശുചിത്വത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ, ഇതെല്ലാം തന്നെ നിശ്ചിത ദിവസത്തിലേക്ക് വിതരണം ചെയ്യും. ഇത് വിതരണം ചെയ്യുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ ഫോഴ്സ്, അതായത് IDF അവിടെ റോന്തി ചുറ്റും. മാത്രമല്ല, ഈ തരത്തിലുള്ള സന്നദ്ധ സംഘടന ഓഫീസുകൾ തുറക്കുന്നത്, ക്യാമ്പുകൾ തുറക്കുന്നത് ഇസ്രയേലിൻ്റെ ആർമി ക്യാമ്പുകൾക്ക് സമീപമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഹമാസിന് ഇതിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. ഇത്തരത്തിൽ കൃത്യമായി ഭീകരവാദികളല്ലാത്ത ആൾക്കാരെ കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യാമെന്ന് ഇസ്രയേലിന് മനസ്സിലായിട്ടുണ്ട്. ഇതിനെതിരെ UN തലത്തിൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ട്. അങ്ങനെ പാടില്ല, ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളാം, ഞങ്ങളാണ് ഇത് ഫുഡൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനിടയിൽ UN-ഉം മറ്റ് അറബ് രാജ്യങ്ങളുമൊക്കെ നൽകിയ ട്രക്കുകൾ 19 എണ്ണം ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയെന്ന് വലിയൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇസ്രയേൽ തന്നെ ഇപ്പോൾ അത് പൊളിച്ചിട്ടുണ്ട്. കാരണം ഈ കൊണ്ടുപോയ ട്രക്കുകൾ തട്ടിയെടുത്തത് ഹമാസാണ്. എന്നിട്ട് ഇത് അവർ ബങ്കറിൽ കൊണ്ടുപോയി ഒളിപ്പിക്കും. അതിനകത്തുള്ള ഫുഡ്, വെള്ളം, അതുപോലെ മരുന്ന്, എന്തിന് സിഗരറ്റ്, മൊബൈൽ ഫോൺ വരെ അവർ ഈ പലസ്തീനികൾക്ക് ഇരട്ടി പൈസയ്ക്ക് വിൽക്കും. അങ്ങനെയാണ് ഹമാസ് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ട്രക്കുകൾ തട്ടിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചു എന്നുള്ളത് ഹമാസിന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ സംഭവം പൊളിഞ്ഞതോടുകൂടി ഹമാസിന് നിൽക്കക്കളിയില്ല. മാത്രമല്ല, അവരുടെ നേതാക്കളെല്ലാം കൊന്നുതള്ളുക. ഏറ്റവും ഒടുവിൽ ഇപ്പം ഈ മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന യഹ്യ സിൻവറിൻ്റെ സഹോദരനെയും കൊലപ്പെടുത്തി. കഴിഞ്ഞ മെയ് 14 തന്നെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഇസ്രായേൽ വലിയ ആധിപത്യം പുലർത്തുകയാണ്. ഇപ്പോൾ ഹമാസിന് ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന പുതിയ സന്നദ്ധ സംഘടന ഭക്ഷ്യവിതരണം ഏറ്റെടുത്തോടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹമാസ് പറയുന്നത്, നമ്മൾ ഏതാണ്ട് 23 ലക്ഷത്തോളം പേർ ഗസയിലുണ്ട്, നിങ്ങൾ ഇവർ തരുന്ന ഭക്ഷ്യവസ്തുക്കൾ, മറ്റ് സഹായങ്ങളൊന്നും സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങളെ ഗസയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും. പക്ഷേ അവർ പറയുന്നത്, ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇവിടെയുള്ള പകുതിയിലധികം പേർ ഇതിനകം മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇനിയുള്ള 6 ലക്ഷത്തോളം പേർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ ഞങ്ങളെ സഹായിക്കുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ മേടിച്ചാൽ ഇസ്രയേൽ പറയുന്ന സ്ഥലത്തേക്ക് ഇവർ മാറി താമസിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റും. ഹമാസിൻ്റെ നിയന്ത്രണം ഉണ്ടാവില്ല. ഇപ്പം നേതൃത്വം നഷ്ടപ്പെട്ട ഹമാസിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ പടയാളികൾ എന്നൊക്കെ പറയാവുന്നവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവർക്ക് വരുമാനമില്ല, ശമ്പളമില്ല. ഏതാണ്ട് കഴിഞ്ഞ 4 മാസത്തിനുള്ളിലാണ്ട് $240 മാത്രമാണ് കിട്ടിയത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം നെതന്യാഹുവിൻ്റെ മുകളിലുണ്ട്. കാരണം ഗസയിൽ നിന്ന് പിന്മാറണം, യുദ്ധം അവസാനിപ്പിക്കണം. പക്ഷേ നെതന്യാഹു പറയുന്നത് ഇത് അവസാനത്തെ ചാൻസാണ്. ഇത്തവണ ഗസ പിടിച്ചില്ലെങ്കിൽ ഇനി ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. കഴിഞ്ഞ 19 മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ പലസ്തീനിലെ ആളുകളെ മുന്നിൽ നിർത്തി ഹമാസ് നടത്തിയ ആക്രമണം, ഇതിലേതാണ്ട് 54,000 പേരാണ് കൊല്ലപ്പെട്ടത്. 1.25 ലക്ഷത്തോളം പേർക്ക് പരിക്ക് പറ്റി. ഇതിൻ്റെ മുഴുവൻ കാരണവും ഹമാസ് ആണെന്ന് അവിടുത്തെ ജനങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ അത്തരം ഒരു പ്രവർത്തനത്തിനില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുക, ഇതിന് പ്രകോപനം ഉണ്ടാക്കിയത് ഹമാസാ. അനാവശ്യമായിട്ട് ഈ ട്രക്ക് തട്ടിക്കൊണ്ടു പോകുന്നു, അവർക്ക് നേരെ റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തുന്നു. തുടർച്ചയായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ ഈ അഭയാർത്ഥി ക്യാമ്പ്, ആശുപത്രികൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, ഇതെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു.
ഇവർ പറയുന്ന കണക്കാണെങ്കിൽ ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ 1000-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ആക്രമണം നടന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഒരു ഡോക്ടർ ഫാമിലി, ഒരു ഭാര്യ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, അവരുടെ മക്കൾ താമസിച്ച വീടിന് നേരെ ആക്രമണം ഉണ്ടായി 9 കുട്ടികൾ കൊല്ലപ്പെടുന്നു. ഈ 9 കുട്ടികളുടെയും ഡെഡ് ബോഡി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ആ ഡോക്ടറായ സ്ത്രീക്ക് മനസ്സിലാകുന്നത് ഇവർ തങ്ങളുടെ മക്കളാണെന്ന്. അപ്പോൾ ഇവരെയൊക്കെ കുരുതി കൊടുത്തത് ഹമാസ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞതോടുകൂടി ഏതാണ്ട് ഹമാസിന് പ്രതികൂലമായിട്ട് ഇവർ നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ അല്ലെങ്കിൽ ആശുപത്രികൾ ഒക്കെ തന്നെ ഇപ്പോൾ ഭീകരവാദികൾ അവരുടെ സുരക്ഷിത താവളങ്ങളാക്കി മാറ്റുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് ആക്രമണം നടത്തുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. ഹമാസ് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹമാസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ്, കുട്ടികൾ പട്ടിണി കൊണ്ട് വലയുന്നു, അങ്ങനെ പട്ടിണിയെയും ഇസ്രായേൽ ഒരു ആയുധമാക്കി മാറ്റുന്നു. സത്യത്തിൽ ഈ പട്ടിണി സൃഷ്ടിക്കുന്നത് ഹമാസാണ്. കാരണം UN വഴി എത്തുന്ന ഫുഡ് ട്രക്കുകൾ എല്ലാം തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയും ഈ ആഹാരം പൈസ ഉള്ളവർക്ക് മാത്രം ഹമാസ് മറിച്ച് വിൽക്കുകയും ചെയ്യും. അപ്പോൾ പൈസ ഇല്ലാത്തവർക്ക് ഇത് കിട്ടുന്നില്ല. ഇവർ പിന്നെ ഈ സമൂഹ അടുക്കളകളെ ആശ്രയിക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന 3-4 ക്യാമ്പുകൾ അല്ലെങ്കിൽ ടെൻറ്റുകളൊക്കെ ഇവർ ആരംഭിച്ചു. ഇവിടേക്ക് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ആളുകളെ കടത്തിവിടുന്നു. അവിടെ ഹമാസിൻ്റെ ഒരു പ്രേരണയെ തുടർന്ന് കുറേ ആളുകൾ ഈ ക്യാമ്പിനുള്ളിലേക്ക് ഇടിച്ചു കയറി, എന്നിട്ട് ഫുഡ് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അവിടെ റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. അവർ അവിടേക്ക് പാഞ്ഞെത്തുകയും ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. അതോടുകൂടി ജനക്കൂട്ടം ചിതറിയോടി, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഉടനെ ഇവർ പറയുന്നു ഇസ്രായേൽ സേന ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്തു, 3 പേർ കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കേറ്റു. ഇതൊന്നുമല്ല, ഹമാസിൻ്റെ പിടി ഏതാണ്ട് പൂർണ്ണമായിട്ടും അയയുന്നു. 80% ഗാസയുടെ പ്രദേശങ്ങളും ഇപ്പം ഇസ്രയേലിൻ്റെ കയ്യിലായി. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ പിൻവലിക്കാൻ ശ്രമം നടത്തുന്നു. ജർമ്മനി ഏതാണ്ട് ഇതേ നിലപാട് സ്വീകരിക്കുന്നു. ബ്രിട്ടൻ സാമ്പത്തിക ഉപരോധം ഇസ്രയേലിന് മേൽ ഏർപ്പെടുത്തുന്നു. പക്ഷേ ഇതൊന്നും കണ്ട് നെതന്യാഹു നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ നിലപാട് മാറിയാൽ ഇനി ഗസയിൽ നിന്ന് ഒരിക്കലും പിന്മാറാനോ അല്ലെങ്കിൽ ഗസ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാക്കാനോ സാധിക്കില്ല. ഇത് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ സയനിസ്റ്റുകളുണ്ട്. അവർ ഇപ്പോൾ ഈ പറയുന്ന നെതന്യാഹു ഭരണകൂടത്തിന് പിന്തുണ നൽകുകയാണ്. ഏതെങ്കിലും കാരണവശാൽ യുദ്ധം അവസാനിപ്പിക്കുകയോ വെടിനിർത്തലിന് പോവുകയോ ചെയ്താൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും. അങ്ങനെയാണെങ്കിൽ നെതന്യാഹു സർക്കാർ താഴെ വീഴും. ചുരുക്കം പറഞ്ഞാൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രക്ഷോഭം, വലിയ പ്രതിരോധമൊക്കെ ഉണ്ടാകുന്നുവെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കാനായിട്ട് ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഗസയുടെ പേരിലാണ് ഹമാസ് ഇത്രയും ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഗസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു മാറ്റുന്നു. ഒപ്പം യമനിൽ നിന്ന് ഹൂത്തികളെ ഉപയോഗിച്ച് സമാന്തരമായ ഒരു ആക്രമണം നടത്താൻ അവർ ശ്രമിച്ചിരുന്നു. ഈ ബെൻഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തി. ഇതിന് ഇസ്രായേൽ ശക്തമായ തിരിച്ചടി കൊടുത്തു. എന്തിന്? ഈ യമനിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്നറിയപ്പെടുന്ന സന വിമാനത്താവളവും അവിടെ ഉണ്ടായിരുന്ന വിമാനവും തകർത്തു. അവശേഷിക്കുന്ന യമനീസ് എയർവേസിൻ്റെ വിമാനവും തകർത്തോടുകൂടി ഇനി യമനീസ് എയർവേസിന് വിമാനമേ ഇല്ലാതാക്കി. അപ്പോൾ ഇസ്രായേൽ ക്യാറ്റ്സ് എന്ന പറയുന്ന പ്രതിരോധ മന്ത്രി പറയുന്നു ഞങ്ങൾക്കെതിരെ എവിടെ നിന്നൊക്കെ ആക്രമണം നടത്തുന്നോ അവർക്കെതിരെ ഞങ്ങൾ തിരിച്ചടി കൊടുക്കും, എങ്കിലേ സമാധാനപരമായിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഗസയുടെ 80% ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വരുന്നു. ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധമുള്ള സാമ്പത്തിക തകർച്ചയിലാണ് ഹമാസ്. കാരണം വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊന്നും ഈ സാമ്പത്തിക സഹായം നൽകുന്നില്ല. ഇറാന് സഹായിക്കാൻ കഴിയുന്നില്ല. യമനിലെ ഹൂത്തികളെ പോലും തകർത്ത് കളഞ്ഞു. ഇനി എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? അപ്പോൾ പൈസ ഇല്ലാതെ, അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനം നടത്താൻ ആളുകളെ കിട്ടാതെ ഹമാസ് തകർന്ന് തരിപ്പണമാകുന്നു. അവസാനത്തെ ശ്രമം എന്ന നിലയിലാണ് പറയുന്നത് ഗസയിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഈ ഇസ്രായേലിൻ്റെ സഹായം സ്വീകരിക്കരുത്. പക്ഷേ ഇനി UN പോലെയുള്ള ചില കള്ളക്കളികൾ നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ദി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത്. അവർ ആളുകളുടെ എണ്ണം നോക്കി ഭക്ഷ്യവസ്തുക്കളും അവർക്ക് വേണ്ട മറ്റ് സാധനങ്ങളുമെല്ലാം നിശ്ചിത ദിവസങ്ങളിലേക്ക് വിതരണം ചെയ്യും. ഇത് കൃത്യമായിട്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഹമാസിന് കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഹമാസിനെ വെച്ച് കള്ളക്കളി നടത്തിയവർക്കെല്ലാം തന്നെ വമ്പൻ തിരിച്ചടി നൽകുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇനി ഒരു രാജ്യവും അംഗീകരിക്കാത്ത ചില നിബന്ധനകൾ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഞങ്ങളും അംഗീകരിക്കുന്നില്ല. താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നില്ല. ഒന്നുകിൽ പൂർണ്ണമായിട്ടും ഹമാസ് കീഴടങ്ങുക,
അല്ലെങ്കിൽ നിരായുധീകരണം സംഭവിക്കുക, ഹമാസിന് ഇനി ആയുധങ്ങളില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവശേഷിക്കുന്ന 58 ബന്ദികളെയും തുറന്നു വിടുക, മോചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഹമാസിനോട് ക്ഷമിക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അന്താരാഷ്ട്ര സമൂഹവും ഇത് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. ഹമാസ് പോലെയുള്ള ഭീകര തീവ്രവാദ സംഘങ്ങളെ ഈ ഇസ്രയേലിൽ നിന്നല്ല ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്നാണ് സാധാരണ ജനങ്ങൾ, അതായത് സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. ഇസ്രയേലിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു. അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങൾക്ക് വേണ്ടി നടത്തി കൊടുക്കാനായിട്ട് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹൂത്തികളെയും തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.